പാലക്കാട് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ദളിത് യുവതിയുടെ മൊഴിയെടുത്ത് പോലീസ്. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ യുവതി പോലീസിന് കൈമാറി. പരാതിക്ക് പിന്നാലെ പ്രശോഭ് വത്സൻ ഒളിവിലാണ്. പ്രശോഭനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കുന്നത്തൂർമേട് നോർത്തിലെ കൗൺസിലർ പ്രശോഭിനെതിരെയാണ് ദലിത് യുവതി കഴിഞ്ഞ ദിവസം പീഡന പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മൊഴിയെടുത്തത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കും. ജോലി വാഗ്ദാനം ചെയ്ത് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭ് പലവട്ടം ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ഷാഫി പറമ്പിലുമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അടുത്ത ബന്ധം പറഞ്ഞായിരുന്നു ഭീഷണിയെന്നും പരാതിയിലുണ്ട്. പ്രശോഭിനെതിരായ പരാതി തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കാനാണ് LDFന്റെയും NDAയുടെയും തീരുമാനം. പ്രശോഭിന് ഷാഫിയും മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധം ഉയർത്തിപ്പിടിച്ചാണ് CPIMന്റെ പ്രചാരണം. ഇത് മുൻകൂട്ടി കണ്ട DCC നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കിയുള്ള ഞങ്ങൾ സമ്മർദ്ദം ചെയ്ത് രാജിവെക്കുന്നു പറഞ്ഞാൽ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഒന്നും കൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ പുറത്താക്കി കഴിഞ്ഞു. മര്യാദയ്ക്ക് അവർ ധാർമ്മികത കണ്ട് രാജിവെക്കാവാണെങ്കിൽ അത് അയാൾ തീരുമാനിക്കട്ടെ. പ്രശോഭിനെ മുഖപരിചയമുണ്ടെങ്കിലും പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് നീതി ലഭിക്കണമെന്നും പെൺകുട്ടിയുടെ ഒപ്പമാണെന്നും പ്രശോഭിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രതികരിച്ചു. അതിന് ഏറ്റവും കൃത്യമായ നീതി, ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് കൃത്യമായ നീതി ലഭിക്കണം. അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അവരോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കോടതിയും പോലീസും എല്ലാം വേണ്ട നടപടികൾ കൈക്കൊള്ളണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾക്ക് പുറമെ പാലക്കാട് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ കൂടി സമാനമായ പരാതി ഉയർന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ്. വ്യക്തിയുടെ പ്രശ്നമെന്ന നിലയിൽ വിഷയത്തെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം. ന്യൂസ് മലയാളം, പാലക്കാട്.